അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ 8ാമത്തെ ആണ്ടുമൗലിദിൻ്റെ ദിവസമാണ്. ആ ഉമ്മ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിലേക്ക് ഞാനും എൻ്റെ സഹോദരപുത്രന്മാരും എൻ്റെ മക്കളുമായിട്ട് സിയാറത്തിന് കടന്നു വരികയാണ്. ഞങ്ങളുടെ ഉമ്മയും അതുപോലെ ഉമ്മയുടെ ഉമ്മയും ജ്യേഷ്ഠ സഹോദരനും അടുത്തടുത്തായി മൺമറഞ്ഞു കിടക്കുന്ന ഖബർസ്ഥാനിലേക്കാണ് വരവ്. എൻ്റെ മക്കളും ഇതുപോലെ കൊണ്ടുവന്ന് അവരെ ഇത് ശീലിപ്പിക്കുന്നത്, ഞാനും ഇതുപോലെ ഒരു മൈലാഞ്ചി ചെടിക്ക് താഴെ വിശ്രമത്തിലാകുന്ന സമയത്ത് എനിക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയുമൊക്കെ ദുആ ചെയ്യാനും പ്രാർത്ഥിക്കാനുമൊക്കെ ഈ മക്കളും ഉണ്ടാവണം. അതൊരു ശീലമായി അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നതുകൊണ്ടാണ് അവരെയും കൂട്ടി ഈ ഉള്ള വരവ്. മാത്രമല്ല കുഞ്ഞുമക്കളുടെ പ്രാർത്ഥനയ്ക്കും ആമീനുമൊക്കെ ഉത്തരമുണ്ടല്ലോ, അതുകൊണ്ടാണ് അവരെ കൂട്ടി വന്നത്. കുറച്ച് അപ്പുറത്തായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് വർഷങ്ങളായി, ഏകദേശം 20 വർഷത്തിൽ പരം അധികമായി മൺമറഞ്ഞു കിടക്കുന്നത്. അവിടെയും ഞങ്ങളെല്ലാവരും സിയാറത്ത് നടത്തി തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലാണ് മൗലിദ് സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മഹാനായ സയ്യിദ് മുഹ്സിൻ ജിഫിരി തങ്ങളും അതുപോലെ അൽഹാജ് TK യൂസുഫ് ഫൈസി തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാണ് മൗലിദ് സദസ്സ് നടക്കുന്നത്. അതിൽ ധാരാളം മുത്തഅല്ലിമീങ്ങളുണ്ട്. അതുപോലെ ഉമ്മയുടെ കൂട്ടുകാരികളും ആയ ആളുകളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അയൽക്കാരും ബന്ധുക്കളുമൊക്കെ കൂടിയുള്ള ഒരു ഭംഗിയുള്ള സദസ്സായിരുന്നു. 8 വർഷമായിട്ട് ഞങ്ങളിത് മുടങ്ങാതെ ഉമ്മയുടെ പാരത്രിക വിജയത്തിന് വേണ്ടി നടത്തിവരുന്ന മൗലിദ് ദിക്ർ സദസ്സാണ്. അത് ഈ പ്രാവശ്യവും വളരെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മാതാപിതാക്കൾക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള സുഹൃതങ്ങൾ ചെയ്ത മക്കളെ ലഭിക്കുക എന്നാണല്ലോ. അതുപോലെ നമ്മുടെ മക്കളെയും അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളായി അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ഈ ഒരു സദസ്സ് ഭംഗിയാക്കാൻ വേണ്ടി നമുക്ക് ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ ചെയ്തു തന്നത് നമ്മുടെ ടേസ്റ്റി ഫ്രണ്ട്സ് സംസുദ്ദീൻ എൻ്റെ കൂട്ടുകാരനും കൂടിയാണ്. അവരുടെ പാചക രുചിയാണ്. അൽഹംദുലില്ലാഹ്. വളരെ സന്തോഷമാണ്. എല്ലാവരും നന്നായി ഇതിൽ പങ്കെടുക്കുകയും അല്ലാഹു പ്രാർത്ഥനകളിലൊക്കെ സജീവമാവുകയും ചെയ്തു. അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.